പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വീണ്ടും വഷളായിരിക്കുകയാണ്. ഏതു നിമിഷവും അടുത്തൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2-3 ദിവസത്തിനുള്ളിൽ ഇറാനെ ആക്രമിക്കുമെന്നും ആ ആക്രമണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ഭയാനകമായ പ്രതിസന്ധികളായിരിക്കും സൃഷ്ടിക്കാൻ പോകുന്നത് എന്നും 2 ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കൂടി ലോകത്തോട് വെളിപ്പെടുത്തി. ആ ഭീഷണിക്ക് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ മറുപടി, അതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരാക്ചി പറഞ്ഞത്, ട്രംപിനെ ഞങ്ങൾ കാത്തിരിക്കുന്നത് വളരെ വിശേഷപ്പെട്ട ഒരു സർപ്രൈസ് ഗിഫ്റ്റുമായിട്ടാണ്. ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും നേരിടുവാൻ ഇറാൻ സജ്ജമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നായിരുന്നു. ഒരു ഭാഗത്ത് ആക്രമണ ഭീഷണി ഉയർത്തുമ്പോഴും മറുഭാഗത്ത് ചർച്ചകളിൽ നല്ല പുരോഗതിയുണ്ട് എന്ന് ട്രംപ് വീണ്ടും പറയുന്നുണ്ട്. അതാണ് സത്യത്തിൽ യുദ്ധ നിരീക്ഷകരെ വല്ലാതെ കുഴയ്ക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ട്രംപ് നടത്തുന്നത് ആദ്യമായിട്ടല്ല. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. എന്നാൽ അബ്ബാസ് അരാക്ചി അമേരിക്കയ്ക്ക് കൊടുക്കുവാൻ പോകുന്ന സർപ്രൈസ് എന്തായിരിക്കും എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹം വളരെ ആകാംക്ഷയോടെ വീക്ഷിക്കുകയാണ്. ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയ്ക്കുണ്ടായ വലിയ നഷ്ടങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അരാക്ചി ഈ സർപ്രൈസ് പ്രയോഗം നടത്തിയത്. ആ കാര്യം അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതായത് അമേരിക്ക ഇനിയും ഇറാനെ ആക്രമിക്കുവാൻ മുതിർന്നാൽ പഴയതുപോലെ ആയിരിക്കില്ല അമേരിക്കയുടെ അവസ്ഥ, വൻ നഷ്ടങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് അരാക്ചി പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഇതിനിടയിൽ റഷ്യയിൽ നിന്നെത്തിയ അത്യാധുനിക ആയുധങ്ങളാണ് ആ സർപ്രൈസ് എന്നുള്ള ഒരു ചർച്ച അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇറാൻ വിദേശകാര്യമന്ത്രി എക്സിൽ കുറിച്ച വരികൾക്കിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇറാന്റെ മേൽ അമേരിക്ക അടിച്ചേൽപ്പിച്ച അനാവശ്യ യുദ്ധത്തിന്റെ ഭാരിച്ച സാമ്പത്തിക ചെലവുകൾ വരും ദിവസങ്ങളിൽ അമേരിക്കൻ ജനതയ്ക്ക് അത് താങ്ങാനാകാത്ത പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ്. മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ ഇത്രയധികം ആത്മവിശ്വാസത്തോടെ ഇറാൻ നിലപാടുകൾ എടുക്കുന്നതിന്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട കാരണം കാസ്പിയൻ കടൽ വഴി റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് വൻതോതിൽ അത്യാധുനിക ആയുധങ്ങൾ എത്തുന്നത് കൊണ്ടാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹോർമോസ് പോലെ ഇറാന്റെ മറ്റൊരു ഭൂമിശാസ്ത്രപരമായ കരുത്താണ് കാസ്പിയൻ കടൽ. റഷ്യ, ഇറാൻ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട അടഞ്ഞ കടലാണിത്. ഇവിടേക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കോ അന്താരാഷ്ട്ര നിരീക്ഷക ഏജൻസികൾക്കോ പ്രവേശിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇറാന്റെ ഈ പിൻവാതിൽ വഴിയാണ് റഷ്യ ഇറാനിലേക്ക് വൻതോതിലുള്ള ആയുധം ഉൾപ്പെടെ സഹായങ്ങൾ എത്തിക്കുന്നത്. അതിനാൽ തന്നെ ഭാഗികമായി തകർന്നുപോയ സൈനിക ശേഷി ഇറാൻ ഇപ്പോൾ വീണ്ടെടുത്തു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ആധികാരികമായി റിപ്പോർട്ട് ചെയ്യുന്നത്. കാസ്പിയൻ കടൽ വഴി അതീവ രഹസ്യമായിട്ടാണ് റഷ്യൻ ഇറാനിയൻ കപ്പലുകൾ സഞ്ചരിക്കുന്നത്. ട്രാക്കിംഗ് സിഗ്നലുകൾ പൂർണ്ണമായിട്ടും ഓഫ് ചെയ്തിട്ടാണ് ആയുധ നീക്കങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കപ്പലുകളുടെ നീക്കം ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ പോലും അമേരിക്കയ്ക്ക് കണ്ടെത്തുവാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഇറാന്റെ വ്യോമ പ്രതിരോധം ശക്തമാക്കുവാൻ റഷ്യയുടെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇടത്തര ദൂര മിസൈലുകളും രാത്രികാല യുദ്ധത്തിനുള്ള സാങ്കേതിക വിദ്യകളും റഷ്യ ഇറാനിലേക്ക് കൈമാറി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുക്രൈൻ യുദ്ധസമയത്ത് ഇറാൻ റഷ്യയ്ക്ക് നൽകിയ ഡ്രോണുകൾക്ക് പകരമായിട്ടാണ് ഈ ആയുധ കൈമാറ്റം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്കൻ ഉപരോധങ്ങളെയും നാവികസേനയെയും പൂർണ്ണമായും അപ്രസക്തമാക്കിക്കൊണ്ട് തങ്ങളുടെ സൈനിക ശേഷി റഷ്യയുടെ പൂർണ്ണ സഹായത്തോടെ ഇറാൻ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലൂടെ പുറം ലോകം മനസ്സിലാക്കുന്നത്. വീണ്ടും അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുവാൻ വന്നാൽ ഇതുവരെ കാണാത്ത തിരിച്ചടി കിട്ടുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നത് ഈ ഒരു ആത്മവിശ്വാസം കൊണ്ട് തന്നെയാണ്. നിസ്സാര നിമിഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി പോകും എന്ന് അമേരിക്കയും ലോകവും ഒരുപോലെ കരുതിയിരുന്ന ഇറാൻ അതിജീവനത്തിന്റെ പാതയിലേക്കെത്തി. തുടർന്ന് ഹോർമൂസ് അടയ്ക്കുക വഴി അവരുടെ കരുത്ത് അവർ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോഴിതാ ഏതറ്റം വരെയും പോകുവാൻ തങ്ങൾ തയ്യാറാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ചില സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കുവാൻ റെഡിയായിരിക്കുന്നു എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ ചെയ്ത ചില വീഡിയോകളിൽ ചൈനയുടെ അതിനിർണായകമായ നീക്കങ്ങളെക്കുറിച്ചും ഇറാനുമായി ചേർന്നിട്ടുള്ള വിപുലമായ പദ്ധതികളെക്കുറിച്ചും വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തിലെ 2 വൻ ശക്തികൾ, ഒന്ന് ചൈന, 2 റഷ്യ, ഈ 2 രാജ്യങ്ങൾ ഇറാന്റെ പിന്നിൽ അണിനിരക്കുമ്പോൾ ലോകക്രമം തന്നെ മാറിമറിയുവാൻ പോകുന്നു, മറ്റൊരു വ്യവസ്ഥ വെളിപ്പെടുവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ വളരെ വ്യക്തമായി വീണ്ടും വെളിപ്പെടുകയാണ്. അതെ, അമേരിക്കൻ ആധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കപ്പെടുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ചില നിമിഷങ്ങളുണ്ട്. അവ വലിയ കൊട്ടിഘോഷങ്ങളോടെ അല്ല വരുന്നത്. വളരെ ശാന്തമായി ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് അത് പലപ്പോഴും കടന്നു വരിക. എങ്കിലും ഒരു യുഗത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള മാറ്റാനാകാത്ത പരിവർത്തനത്തെ അത് അടയാളപ്പെടുത്തും. നാം ഇപ്പോൾ ജീവിക്കുന്നത് അത്തരമൊരു നിമിഷത്തിലാണ്. കഴിഞ്ഞ 72 മണിക്കൂറിനുള്ളിൽ വിശകലന വിദഗ്ധന്മാർക്ക് ലഭിച്ച തെളിവുകൾ ആഗോളക്രമത്തിൽ അമേരിക്കയുടെ സ്ഥാനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ പൂർണ്ണമായും മാറ്റിവരയ്ക്കുന്നതാണ്. അമേരിക്കൻ ഭരണകൂടം ഇതിനെ താൽക്കാലികമായ ഒരു പ്രതിസന്ധി മാത്രമായി തള്ളിക്കളയുകയാണ്. എന്നാൽ
ഘടനാപരമായ വിശകലനം പറയുന്നത് മറ്റൊരു കഥയാണ്. ചരിത്രത്തിലെ ഓരോ പ്രമുഖ സാമ്രാജ്യങ്ങളും തങ്ങളുടെ അന്തിമ തകർച്ചയ്ക്ക് മുമ്പ് ചോരയും സമ്പത്തും കൊണ്ട് എഴുതി വെച്ച അതേ കഥ. ഒരു സാമ്രാജ്യം അതിന്റെ ആധിപത്യത്തിൽ നിന്നും എങ്ങനെയാണ് തകർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നത്? ഇത് പരിശോധിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് വേർപിരിഞ്ഞു പോയ വിവിധ നാഗരികതകളിൽ വ്യക്തമായ ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെ പ്രത്യക്ഷപ്പെടുന്ന പ്രധാനപ്പെട്ട 5 ഘട്ടങ്ങളുണ്ട്. ഈ 5 ഘട്ടങ്ങളുടെ വിശകലനം അവസാന നിമിഷം വരെ നിങ്ങൾ കേൾക്കുമ്പോൾ സാമ്രാജ്യത്വ തകർച്ചയുടെ ഈ പാറ്റേൺ വെറും ഒരു ഊഹക്കച്ചവടമോ സിദ്ധാന്തമോ അല്ലെന്നും മറിച്ച് ഗുരുത്വാകർഷണം പോലെ പ്രവചിക്കാവുന്ന ഒരു ഘടനാപരമായ യാഥാർത്ഥ്യമാണെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ തുടക്കത്തിലെ പറയാം, ഇതൊരു പ്രവചനമല്ല. 3000 വർഷത്തെ മനുഷ്യ നാഗരികതയിൽ പ്രയോഗിച്ച പാറ്റേൺ തിരിച്ചറിയൽ മാത്രമാണ്. ഈ പാറ്റേൺ ഒരിക്കലും തെറ്റിയിട്ടില്ല, തെറ്റുകയുമില്ല. തകർച്ചയുടെ 5 ഘട്ടങ്ങൾ ചരിത്രകാരന്മാരും സോഷ്യോളജിസ്റ്റുകളും നൂറ്റാണ്ടുകളായി സാമ്രാജ്യത്വ തകർച്ചയെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുമുണ്ട്. അവർ കണ്ടെത്തിയത് അതിശയിപ്പിക്കുന്ന സ്ഥിരതയാണ്. റോം മുതൽ മംഗോളിയർ വരെ, ബ്രിട്ടീഷുകാർ മുതൽ സോവിയറ്റുകൾ വരെയുള്ള എല്ലാ പ്രമുഖ സാമ്രാജ്യങ്ങളും ഈ പറയാൻ പോകുന്ന 5 ഘട്ടങ്ങളിലൂടെയാണ് പുരോഗതി പ്രാപിച്ചതും നിലനിന്നതും ഒടുവിൽ തകർന്ന് തരിപ്പണമായതും. ഈ ഘട്ടങ്ങൾ അവയുടെ വിശദാംശങ്ങളിൽ ഒരുപോലെ അല്ലെങ്കിലും ഘടനയിൽ സമാനമാണ്. ഏറ്റവും നിർണായകമായ ഒരു സാമ്രാജ്യം 5ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ അതിൽ നിന്നുള്ള തിരിച്ചുവരവ് പ്രായോഗികമായി അസാധ്യമാണ് എന്നും ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ 5 ഘട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. 1ാം ഘട്ടം വികാസവും കീഴടക്കലും. ഇവിടെ സൈനിക ശക്തി സാമ്രാജ്യത്തിന്റെ പ്രാരംഭ അടിത്തറയുണ്ടാക്കുകയാണ്. 2ാം ഘട്ടം എന്നുള്ളത് പരമാവധി കാര്യക്ഷമതയിലേക്ക് എത്തുന്നതാണ്. സാമ്രാജ്യം തങ്ങളുടെ നേട്ടങ്ങൾ ഏകീകരിക്കുകയും സ്ഥാനപരമായ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യും. എന്നാൽ 3ാമത്തെ ഘട്ടം സമൃദ്ധിയുടെ കെണിയാണ്. സാമ്പത്തിക വിജയം വ്യവസ്ഥാപിതമായ കാര്യക്ഷമതയില്ലായ്മയ്ക്ക് കാരണമായി മാറുകയും തകർച്ചയുടെ വിത്തുകൾ അവിടെ പാകപ്പെടുകയും ചെയ്യും. 4ാം ഘട്ടം നിരാശാജനകമായ അതിരുകടക്കലാണ്. തകർച്ചയെ മാറ്റിവെക്കുന്നതിന് പകരം അത് വേഗത്തിലാക്കുന്ന തരത്തിലുള്ള ചെലവേറിയ ഇടപെടലുകളിലൂടെ സാമ്രാജ്യം തങ്ങളുടെ സ്ഥാനം നിലനിർത്തുവാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന ഘട്ടം. ഇനി അവസാനത്തത് 5ാം ഘട്ടം, അന്തിമ വിഘടനവാദമാണത്. കേന്ദ്രത്തിന് ഇനി നിയന്ത്രണം നിലനിർത്തുവാൻ കഴിയാതെ വരികയും സാമ്രാജ്യം തിരിച്ചുവരവില്ലാത്ത തകർച്ചയിലേക്ക് കടക്കുകയും ചെയ്യുന്ന 5ാം ഘട്ടമാണിത്. അമേരിക്ക 2022 ഈ 5ാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു. അതിനുശേഷം സംഭവിച്ചതെല്ലാം ഈ ഘട്ടം എങ്ങനെയാണ് വികസിക്കുന്നത് എന്നുള്ളതിന്റെ പാഠപുസ്തക ഉദാഹരണങ്ങൾ മാത്രമാണ്. ജിയോ പൊളിറ്റിക്സിൽ ഇപ്പോൾ നടക്കുന്ന മറ്റെന്തിനേക്കാളും ഇതാണ് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന കാര്യം. ഓരോ സാമ്രാജ്യവും വിശ്വസിക്കുന്നത് തങ്ങൾ സവിശേഷമാണെന്നാണ്. ചരിത്രത്തിന്റെ നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ല എന്നവർ കരുതുന്നു. തങ്ങളുടെ നിലവിലെ ബുദ്ധിമുട്ടുകൾ അത് താൽക്കാലികമായ തടസ്സങ്ങൾ മാത്രമാണെന്നും മികച്ച സാങ്കേതിക വിദ്യയോ സമ്പത്തോ മാനസിക ബലമോ ഉപയോഗിച്ച് അതിനെ മറികടക്കാമെന്നും തകർച്ചയുടെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുമ്പോഴും ഓരോ സാമ്രാജ്യവും ഉറച്ചു വിശ്വസിച്ചുകൊണ്ടേയിരിക്കും. ഈ വിശ്വാസം സാമ്രാജ്യത്വ തകർച്ചയ്ക്ക് യാദൃച്ഛികമായി ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് തകർച്ച സംഭവിക്കുവാൻ ഘടനാപരമായി ആവശ്യമായ ഒന്നാണ്. കാരണം ഭരണവർഗത്തിന് ഈ പാറ്റേൺ മനസ്സിലായിരുന്നുവെങ്കിൽ തിരിച്ചുവരവില്ലാത്ത ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവർ വഴിമാറിയനെ. എന്നാൽ അവരൊരിക്കലും അത് ചെയ്യില്ല. അവർ അന്ധതയിൽ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അവരുടെ വാദം അവരാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്നുള്ളതാണ്. 1ാം ഘട്ടം മുതൽ 3ാം ഘട്ടം വരെയുള്ള പ്രയാണം ശ്രദ്ധിക്കേണ്ടതാണ്. 1ാം ഘട്ടം യഥാർത്ഥ മത്സര മേധാവിത്വമാണ്. റോമിന് മികച്ച സൈനിക സംഘടനയും എഞ്ചിനീയറിംഗും ഉണ്ടായിരുന്നു. മംഗോളിയർക്ക് മറ്റു നാഗരികതകൾക്ക് പകരം വെക്കുവാൻ കഴിയാത്ത കുതിരപ്പട തന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്കോ ആണവായുധങ്ങളും ഡോളർ സംവിധാനങ്ങളുമുണ്ട്. 1945 ആഗോള GDPയുടെ 50% ഉൽപ്പാദിപ്പിച്ച ഒരു വ്യവസായ അടിത്തറയും ഉണ്ടായിരുന്നു. ഇവിടുത്തെ 1ാം ഘട്ടത്തിന്റെ പ്രത്യേകത സാമ്രാജ്യത്വം പുതിയ പ്രദേശങ്ങൾ കീഴടക്കുകയും ആ പ്രദേശങ്ങൾ കൂടുതൽ കീഴടക്കലുകൾക്ക് ധനസഹായം നൽകുവാനുള്ള സമ്പത്തുണ്ടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സൈനിക വിജയം സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നു, അത് രാഷ്ട്രീയ ആധിപത്യം സൃഷ്ടിക്കുന്നു, അത് വീണ്ടും സൈനിക വിജയത്തിലേക്ക് നീങ്ങുന്നു. അമേരിക്കയുടെ ഈ 1ാം ഘട്ടം 1945 മുതൽ ഏകദേശം 1975 വരെയായിരുന്നു. ഈ 3 ദശകങ്ങളിൽ അമേരിക്കൻ സൈനിക ശക്തി ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്തതായിരുന്നു. സോവിയറ്റ് യൂണിയൻ ഒരു എതിരാളിയായി നിലനിന്നിരുന്നുവെങ്കിലും അവർ എപ്പോഴും അമേരിക്കയ്ക്ക് പിൻപിൽ ഒരു നിഴൽ മാത്രമായിരുന്നു. ഇനി 2ാം ഘട്ടം പരമാവധി കാര്യക്ഷമതയുടെ ഘട്ടമാണത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടം ഏകദേശം 1975 മുതൽ 1991 വരെയായിരുന്നു. 1971 ഡോളർ സ്വർണത്തിന് പകരമായി ആഗോള കരുതൽ കറൻസിയായി ഇത് മാറി. ഇത് പെട്രോ ഡോളർ സംവിധാനം സൃഷ്ടിച്ചു. മാത്രവുമല്ല, ഇത് അമേരിക്കയ്ക്ക് കൂടുതൽ പണം അച്ചടിക്കുവാനും പണപ്പെരുപ്പം കയറ്റുമതി ചെയ്യുവാനുമുള്ള അനുമതി ഉണ്ടാക്കി. 2ാം ഘട്ടം അപകടകരമാണ്. കാരണം അത് അത്രയധികം വിജയകരമായി കാണപ്പെടുന്നു. അവിടെ ഭരണവർഗം വിശ്വസിക്കുവാൻ തുടങ്ങുന്നു ഈ അവസ്ഥ ശാശ്വതമാണ് എന്നുള്ള വിശ്വാസം.
തങ്ങളുടെ ആധിപത്യം സൃഷ്ടിച്ച താൽക്കാലിക ഘടനാപരമായ സാഹചര്യങ്ങളെ അവർ തങ്ങളുടെ അന്തർലീനമായ മികവായി തെറ്റിദ്ധരിക്കുവാൻ തുടങ്ങുന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള കെണി ഒരുങ്ങി വരുന്നത്. മൂന്നാം ഘട്ടം, സമൃദ്ധിയുടെ കെണി. രണ്ടാം ഘട്ടത്തിൽ നേടിയെടുത്ത കാര്യക്ഷമത അത് മൂന്നാം ഘട്ടത്തിലെ കാര്യക്ഷമത ഇല്ലായ്മ ഉറപ്പാക്കുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുത്തു. ഈ ഘട്ടത്തിൽ ഭരണവർഗം വൻതോതിൽ സമ്പത്ത് വാരിക്കൂട്ടി. ഈ സമ്പത്ത് പ്രാഥമികമായി വരുന്നത് ഉൽപാദനക്ഷമമായ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നല്ല, മറിച്ച് ആഗോള വ്യവസ്ഥയുടെ കേന്ദ്രമെന്ന നിലയിലുള്ള തങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ലോകത്തിന്റെ മൂല്യങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള സാമ്രാജ്യത്വത്തിന്റെ മികവിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടാക്കിയ സമ്പത്തിനെ ഭരണവർഗം ഏറ്റെടുത്ത് ഈ സമ്പദ് വ്യവസ്ഥയെ ഫിനാൻഷ്യലൈസ് ചെയ്യുവാൻ തുടങ്ങുന്നു. ഫാക്ടറികൾ നിർമ്മിക്കുന്നതിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ കൂടുതൽ പണമുണ്ടാക്കുവാൻ അവർ നോക്കുന്നു. ഉൽപാദനശേഷി നിലനിർത്തുന്നതിന് പകരം ഉൽപാദനം വിദേശ രാജ്യങ്ങളിലേക്ക് മാറ്റുന്നു. വ്യക്തിഗതമായി നോക്കുമ്പോൾ ഈ തീരുമാനങ്ങൾ ലാഭകരമായി തോന്നാമെങ്കിലും അവ സാമ്രാജ്യത്തിന്റെ ആധിപത്യം സൃഷ്ടിച്ചെടുത്ത ഉൽപാദനത്തിന്റെ അടിത്തറയെ തകർക്കുകയാണ് ചെയ്യുന്നത്. അതെ, അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. അമേരിക്കൻ ഉൽപാദന മേഖലയിലെ തൊഴിലവസരങ്ങൾ 19 ദശലക്ഷത്തിൽ നിന്നും 12 ദശലക്ഷമായി കുറഞ്ഞു. വ്യാപാര കമ്മി പ്രതിവർഷം 100 ബില്യണിൽ നിന്നും വൻതോതിൽ വർദ്ധിച്ചു. നാലാം ഘട്ടവും അഞ്ചാം ഘട്ടവും അതിരുകടക്കലും വിഘടനവുമാണ്. അഫ്ഗാനിസ്ഥാനിലെയും ഇറാഖിലെയും ഇടപെടലുകൾ ഇതിനുള്ള കൃത്യമായ ഉദാഹരണങ്ങളാണ്. അഫ്ഗാൻ യുദ്ധം 20 വർഷം നീണ്ടു നിൽക്കുകയും ഒടുവിൽ താലിബാൻ രാജ്യം തിരിച്ചുപിടിച്ചതിലൂടെ അത് അവസാനിക്കുകയും ചെയ്തു. ഇറാഖിലെ യുദ്ധം വൻ തുക നഷ്ടപ്പെടുത്തുകയും തകർന്ന ഒരു രാജ്യത്തെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്തു. മാത്രവുമല്ല, സിറിയൻ ഇടപെടലുകൾ റഷ്യൻ സൈനിക ശേഷിയെ തകർക്കുന്നതിൽ പരാജയപ്പെട്ടു. ഒപ്പം ആഗോളതലത്തിൽ ഡീഡോളറൈസേഷൻ വേഗത്തിലാക്കുകയും ചെയ്തു. ഈ നാലാം ഘട്ടത്തിന്റെ പ്രത്യേകത അടിസ്ഥാനപരമായി സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാമ്രാജ്യം സൈനിക ശക്തി ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇറാഖിലും ഇപ്പോൾ ഇറാനിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അന്തിമ റിസൾട്ട് ബോധ്യപ്പെടുത്തുന്ന കാര്യം വ്യവസായവൽക്കരണ തകർച്ചയെ നിങ്ങൾക്ക് ബോംബെറിഞ്ഞില്ലാതെയാക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അമേരിക്കൻ സാമ്രാജ്യം അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കളി അവസാനിച്ചു എന്ന് അവർക്ക് സമ്മതിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ അവർക്ക് ഡോളറിന്റെ മൂല്യത്തകർച്ചയിൽ നിന്നും ഇനി രക്ഷപ്പെടുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. കൂട്ടത്തിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് വ്യവസായ രംഗത്തെ ആധിപത്യം തിരിച്ചുപിടിക്കുവാനും കഴിയില്ല. എന്നാൽ സാമ്രാജ്യം ഇത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. കാരണം തോൽവി സമ്മതിച്ചു എന്ന് പറയുവാൻ കഴിയാത്തൊരവസ്ഥ. ഇത് അഞ്ചാം ഘട്ടത്തിലേക്ക് എത്തിക്കുകയാണ്. 2022 അമേരിക്ക പ്രവേശിച്ച ഘട്ടമാണിത്. ചരിത്രത്തിൽ ഒരു സാമ്രാജ്യവും തിരിച്ചു വന്നിട്ടില്ലാത്ത ഘട്ടം. അഞ്ചാം ഘട്ടം എന്നാൽ അന്തിമ തകർച്ച എന്നാണ്. തകർച്ചയുടെ ഒരു ചുഴി പോലെ പരസ്പരം വളർത്തുന്ന 3 പ്രക്രിയകൾ ഒരേ സമയം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിലെ ഒന്നാമത്തെ പ്രക്രിയ ബാഹ്യമേഖലാ തകർച്ചയാണ്. ഈ സാമ്രാജ്യത്തിൽ അംഗമായിരിക്കുന്നതിനുള്ള ചെലവിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അതിന്റെ കീഴിലുള്ള രാജ്യങ്ങൾക്ക് നൽകുവാൻ സാമ്രാജ്യത്തിന് കഴിയാതെ വരുന്നു. ഇതോടെ കീഴ്പ്പെടുത്തപ്പെട്ട രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വേണ്ടി മറ്റു വഴികൾ നോക്കി തുടങ്ങും. ഒരു സാമ്രാജ്യാനന്തര വ്യവസ്ഥിതിക്ക് വേണ്ടി നിശബ്ദമായി തയ്യാറെടുക്കുവാൻ അവർ എതിരാളികളുമായി സ്വതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കും. ഈ പ്രക്രിയ ഇതിനോടകം തന്നെ നന്നായി നടന്നു കഴിഞ്ഞു. സൗദി അറേബ്യ യുവാൻ കറൻസിയിൽ എണ്ണക്കച്ചവടം നടത്തുവാൻ തുടങ്ങി. ഫ്രാൻസ് മൂന്നാം കക്ഷി വഴി റഷ്യയിൽ നിന്നും NLG വാങ്ങുവാൻ തുടങ്ങി. ജർമ്മനി തായ്വാൻ വിഷയത്തിൽ ചൈനയുമായി നേരിട്ട് ചർച്ച നടത്തുന്നു. തുർക്കി ഇരുപക്ഷത്തുമായി കളിക്കുന്നു. ഇന്ത്യ റഷ്യൻ എണ്ണ വിലക്കുറവിൽ വാങ്ങിയിട്ട് അത് യൂറോപ്പിന് വൻ ലാഭത്തിൽ മറിച്ചു വിൽക്കുന്നു. മുകളിൽ പറയപ്പെട്ട ഓരോ നീക്കങ്ങളും 5 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരുന്നു. എന്നാൽ ഇന്ന് അവ സാധാരണ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ താഴേക്കിടയിലുള്ള രാജ്യങ്ങളെ അനുസരിപ്പിക്കുവാനുള്ള അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ശേഷി അത് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നർത്ഥം. ഇനി രണ്ടാം പ്രക്രിയ ഉപരിവർഗത്തിന്റെ വിഘടനവാദമാണത്. സമൃദ്ധിയുടെ കാലഘട്ടത്തിൽ സാമ്രാജ്യം നിലനിർത്തുവാനും വികസിപ്പിക്കുവാനുമുള്ള ഒരു പൊതുലക്ഷ്യത്തിനായി ഉപരിവർഗം ഒന്നിച്ചു നിന്നിരുന്നു. എന്നാൽ അഞ്ചാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന ലാഭവിഹിതത്തിനു വേണ്ടി ഉപരിവർഗം പരസ്പരം പോരടിക്കുന്ന വിവിധ വിഭാഗങ്ങളായി പിരിയുകയാണ്. ഒരു വിഭാഗം സൈനികമായ ഏറ്റുമുട്ടലുകൾ ഇരട്ടിയാക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അമേരിക്കയെ ഒരു കോട്ട പോലെയാക്കി ഒതുങ്ങിക്കൂടുവാൻ താല്പര്യപ്പെടുന്നു. മറ്റൊരു വിഭാഗമാകട്ടെ തങ്ങളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിനായി വളർന്നുവരുന്ന പുതിയ ശക്തികളുമായി ഒത്തുതീർപ്പിലെത്തുവാൻ ശ്രമിക്കുന്നു. ഈ വിഭാഗങ്ങൾ ഇപ്പോൾ സാമ്രാജ്യം നിലനിർത്തുവാനുള്ള മികച്ച വഴിയെക്കുറിച്ചല്ല തർക്കിക്കുന്നത്, മറിച്ച് സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ തങ്ങൾക്കെങ്ങനെ സുരക്ഷിതമായ സ്ഥാനം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ചാണ്. അടുത്ത മൂന്നാമത്തെ പ്രക്രിയ വിശ്വാസ്യതയുടെ തകർച്ചയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയ. ഇതാണ് അഞ്ചാം ഘട്ടത്തെ ഒരിക്കലും തിരിച്ചു പിടിക്കുവാൻ ആകാത്തതാക്കി മാറ്റുന്നത്. ആദ്യഘട്ടങ്ങളിൽ ജനങ്ങൾ ഉപരിവർഗത്തിന്റെ ഭരണാധികാരത്തെ പരക്കെ അംഗീകരിച്ചിരുന്നു. കാരണം വ്യവസ്ഥിതി അവർക്ക് സമൃദ്ധിയും സ്ഥിരതയും നൽകിയിരുന്നു. എന്നാൽ അഞ്ചാം ഘട്ടത്തിൽ ഈ അംഗീകാരം ഇല്ലാതെയാകുന്നു. ജനങ്ങൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ജീവിത നിലവാരത്തിന്റെ തകർച്ചയും തകർന്നടിയുന്ന അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിച്ചു വരുന്ന അസമത്വവും സ്ഥാപനങ്ങളുടെ പ്രവർത്തന വൈകല്യവും ഭരണാധികാരികളുടെ ധിക്കാരവുമാണ്. അവർക്ക് വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു.
ആ വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ അത് പ്രൊപ്പഗണ്ടകളിലൂടെയോ അടിച്ചമർത്തലുകളിലൂടെയോ വീണ്ടെടുക്കുവാൻ കഴിയില്ല. ഇപ്പോൾ അമേരിക്കയിൽ ആ വിശ്വാസ്യതയുടെ തകർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ജനങ്ങളുടെ ആയുർദൈർഘ്യം തുടർച്ചയായി 3 വർഷം കുറഞ്ഞു. 19-ാം നൂറ്റാണ്ടിന് ശേഷം യുദ്ധകാലത്തല്ലാതെ ഒരു വികസിത രാജ്യത്തും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. 78% അമേരിക്കക്കാരും ജീവിക്കുന്നത് അടുത്ത ശമ്പളം കിട്ടിയാൽ മാത്രം ജീവിക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണിപ്പോൾ. 54% യുവാക്കളും അവരുടെ മാതാപിതാക്കളുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. വീടുകളുടെ ശരാശരി വില ശരാശരി വരുമാനത്തിൻ്റെ 7 മടങ്ങാണ്. 1990-ൽ ഇത് 3 മടങ്ങായിരുന്നു. അമേരിക്കൻ സൊസൈറ്റി ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നൽകുന്ന ഗ്രേഡ് -C ആണ്. സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ജനങ്ങളുടെ വിശ്വാസം എക്കാലത്തെയും താഴ്ന്ന നിരക്കായ 19-ൽ എത്തി നിൽക്കുന്നു. ഇതൊരു സമൂഹം താൽക്കാലികമായി നേരിടുന്ന പ്രതിസന്ധിയുടെ കണക്കല്ല, മറിച്ച് ഇതൊരു സമൂഹത്തിന്റെ അന്തിമ തകർച്ചയുടെ കണക്കുകളാണ്. മുൻപത്തെ ഘട്ടത്തിൽ നിന്നും 5-ാം ഘട്ടത്തെ വ്യത്യസ്തമാക്കുന്നതും ഇതാണ്. 3ഉം 4ഉം ഘട്ടങ്ങളിൽ ഉപരിവർഗം വിചാരിച്ചിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു. ഉൽപാദനശേഷി കുറഞ്ഞിരുന്നെങ്കിലും അത് പൂർണ്ണമായി ഇല്ലാതെയായിരുന്നില്ല. സാമ്പത്തിക സ്ഥിതി ദുർബലമായിരുന്നുവെങ്കിലും അത് നശിച്ചിരുന്നില്ല. രാഷ്ട്രീയ വിശ്വാസ്യത കുറഞ്ഞിരുന്നുവെങ്കിലും അത് തകർന്നിരുന്നില്ല. കഠിനമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യത്തെ സുസ്ഥിരമായൊരു പാതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഉപരിവർഗം ഒരിക്കലും ആ പരിഷ്കാരങ്ങൾ ചെയ്യുവാൻ തയ്യാറായില്ല. കാരണം അതിന് അവർ തങ്ങളുടെ സമ്പത്തും അധികാരവും ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് പുനർവ്യവസായവൽക്കരണം നടത്തേണ്ടി വരും. അതിനർത്ഥം കുറഞ്ഞ സാമ്പത്തിക ലാഭം അംഗീകരിക്കുക എന്നുള്ളതാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കേണ്ടി വരും. അതിനർത്ഥം മൂലധനത്തിന്മേൽ നികുതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അവർക്ക് സാമൂഹിക ക്ഷേമ പദ്ധതികൾ പുനഃസ്ഥാപിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം സൈനിക ചെലവുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. അതെ, അവർക്ക് തങ്ങളുടെ ആഗോള സ്വാധീനം ചെറുതാക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം സാമ്രാജ്യത്വത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുക്കുന്ന ഉപരിവർഗമല്ല സാമ്രാജ്യത്തിൽ അധികാരത്തിൽ വരുന്നത്. അധികാരികളെ തിരഞ്ഞെടുക്കുന്ന രീതി തന്നെ തകരാറിലാണ്. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതിയോട് ഏറ്റവും കൂടുതൽ പ്രതിബദ്ധതയുള്ളവരും പരാജയപ്പെടുന്ന തന്ത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയവരും ആവശ്യമായ മാറ്റങ്ങളെ പ്രത്യയശാസ്ത്രപരമായി ഏറ്റവും കൂടുതൽ എതിർക്കുന്നവരുമാണ് കൃത്യമായി അധികാരത്തിൻ്റെ മുകളിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ഘടനാപരമായി ഒട്ടും കഴിവില്ലാത്ത ഒരു ഉപരിവർഗവും വ്യവസ്ഥിതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു ജനതയും ഇതേ നിമിഷത്തിനായി കൃത്യമായി തയ്യാറെടുത്തിരിക്കുന്ന എതിരാളികളും ഉള്ള ഒരു സാഹചര്യത്തിലാണ് സാമ്രാജ്യം അതിൻ്റെ 5-ാം ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ തകർച്ചയിലേക്ക് പ്രവേശിക്കുന്നത്. അടുത്തതായി എന്ത് സംഭവിക്കും എന്നത് ഒരു രഹസ്യമല്ല. ചരിത്രത്തിൽ ഉടനീളം ഡസൻ കണക്കിന് തവണ നമ്മളിത് കണ്ടിട്ടുണ്ട്. അധികാരം പിടിച്ചെടുക്കുവാൻ വിവിധ ഉപരിവർഗ വിഭാഗങ്ങൾ പോരടിക്കുമ്പോൾ സാമ്രാജ്യം കൂടുതൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു. അന്താരാഷ്ട്ര വാഗ്ദാനങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. കറൻസികളുടെ മൂല്യം ഇല്ലാതെയാക്കപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ വീണ്ടും തകരുന്നു. സാമൂഹിക ഐക്യം തകരുന്നു. ഒടുവിൽ 2-ാം ഘട്ടത്തിൽ എളുപ്പം കൈകാര്യം ചെയ്യുവാൻ കഴിയുമായിരുന്ന ഏതെങ്കിലും ഒരു ചെറിയ പ്രതിസന്ധി ഈ വേഗത്തിലുള്ള തകർച്ചയുടെ കാരണമായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. റോമിന് ആ പ്രതിസന്ധി BC 410-ലെ ഗോഥിക് അധിനിവേശമായിരുന്നു. മംഗോളിയർക്ക് അത് മോങ്ഖെ ഖാന്റെ മരണശേഷമുള്ള വിഘടനമായിരുന്നു. ഓട്ടോമന്മാർക്ക് അത് 1-ാം ലോക മഹായുദ്ധമായിരുന്നു. സോവിയറ്റുകൾക്ക് അത് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൻ്റെയും 1980-കളിലെ എണ്ണവില തകർച്ചയുടെയും സംയോജനമായിരുന്നു. ബ്രിട്ടീഷുകാർക്കാകട്ടെ അത് 2-ാം ലോക മഹായുദ്ധവും ബ്രട്ടൻ വുഡ് വ്യവസ്ഥയിലൂടെ കോളനിവൽക്കരണം അവസാനിപ്പിക്കുവാൻ നിർബന്ധിതമാക്കിയ അമേരിക്കൻ തീരുമാനവുമായിരുന്നു. ഓരോ സാമ്രാജ്യവും തങ്ങൾക്കൊരു സൈനിക വിജയം കൂടിയോ ഒരു സാമ്പത്തിക നീക്കം കൂടിയോ അല്ലെങ്കിൽ ഒരു നയതന്ത്രപരമായ മുന്നേറ്റം കൂടിയോ ഉണ്ടെങ്കിൽ തങ്ങളുടെ സ്ഥാനം വീണ്ടെടുക്കുവാൻ കഴിയുമെന്ന് അവസാന നിമിഷം വരെയും വിശ്വസിച്ചിരുന്നു. എന്നാൽ എല്ലാ സാമ്രാജ്യങ്ങൾക്കും തെറ്റി. അമേരിക്ക ഇപ്പോൾ അതിൻ്റെ 5-ാം ഘട്ട പ്രതിസന്ധിയെ നേരിടുകയാണ്. ഈ പ്രതിസന്ധിയെ പരസ്പരം വളർത്തുന്ന 3 ഘട്ടങ്ങളുണ്ട്. 1-ാമത്തെ ഘട്ടം ഡോളർ വിമുക്തമാക്കൽ പ്രക്രിയ അല്ലെങ്കിൽ ഡീഡോളറൈസേഷൻ. 2022 മുതൽ ആഗോളതലത്തിൽ ഈ പ്രക്രിയ വളരെ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള കരുതൽ ശേഖരത്തിലെ ഡോളറിന്റെ 60% നിന്നും 58 അത് കുറഞ്ഞു. അത് വലിയൊരു മാറ്റമായി തോന്നില്ലായിരിക്കാം, പക്ഷേ അതിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത് ഊഹിക്കുവാൻ കഴിയുന്നതാണ്. കഴിഞ്ഞ 70 വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ നിരക്കിലാണ് കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ നിക്ഷേപങ്ങൾ വൈവിധ്യവൽക്കരിക്കപ്പെടുന്നത്. ചൈനയുടെ യുവാൻ, ഇന്ത്യയുടെ രൂപ, മറ്റു പ്രാദേശിക കറൻസികൾ എന്നിവയിലുള്ള വ്യാപാര ഇടപാടുകൾ ക്രമാതീതമായി ഇപ്പോൾ വളരുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ സജീവമായി ബദൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് വലിയ പ്രതിസന്ധിയാണ്. 2-ാമത്തെ ഘടകം ചൈനയുമായിട്ടുള്ള വ്യവസായ മത്സരമാണ്. ബാക്കി ലോകം മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇരുമ്പ് ചൈന ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആഗോള സോളാർ പാനലുകളുടെ 70% ചൈനയാണ് നിർമ്മിക്കുന്നത്.
അപൂർവ ധാതുക്കളുടെ സംസ്കരണത്തിൽ ചൈനയ്ക്കാണ് ആധിപത്യം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഹൈപ്പർസോണിക് ആയുധങ്ങൾ എന്നിവയുൾപ്പെടെ 7 നിർണായക സാങ്കേതിക മേഖലകളിൽ 5ലും ചൈന തന്നെയാണ് മുൻപിൽ. ഏറ്റവും പ്രധാനമായി അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും സാധിക്കാത്ത വിധം വലിയ തോതിലും വേഗതയിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ ചൈനയ്ക്ക് കഴിയുന്നു എന്നുള്ളതാണ്. മൂന്നാം ഘടകം സൈനികമായ അതിര് കടന്നുള്ള വ്യാപനം. അമേരിക്ക നിലവിൽ 80 രാജ്യങ്ങളിലായി 800 സൈനിക താവളങ്ങൾ പരിപാലിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി പ്രതിവർഷം $900 ബില്യൺ ചെലവാകുന്നത്. ഇത് അടുത്ത 9 രാജ്യങ്ങൾ ചേർന്ന് ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ ചിലവ് സുരക്ഷിതത്വമല്ല ഉണ്ടാക്കുന്നത്, മറിച്ച് കൂടുതൽ ദുർബലതയാണ്. ഓരോ സൈനിക താവളവും ഒരു ബന്ധിയെ പോലെയാണ്. ഓരോ വാഗ്ദാനവും ഒരു ബാധ്യതയാണ്. ഓരോ ഇടപെടലും അത് തടയുവാൻ ഉദ്ദേശിച്ച തകർച്ചയെ കൂടുതൽ വേഗത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 ഘടകങ്ങളും ഒരു കറുത്ത ചുഴി പോലെ പരസ്പരം സ്വാധീനിക്കുകയാണ്. സൈനികമായ ഈ വ്യാപനത്തിന് ഫണ്ട് കണ്ടെത്തുവാൻ ഡോളറിന്റെ ആധിപത്യം അനിവാര്യമാണ്. ഡോളറിന്റെ ആധിപത്യം നിലനിൽക്കണമെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ സാമ്പത്തിക ആസ്തികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങൾ അമേരിക്കൻ സാമ്പത്തിക ആസ്തികൾ സ്വീകരിക്കുന്നത് അവർക്ക് വ്യാപാരത്തിന് ഡോളർ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. അവർക്ക് വ്യാപാരത്തിന് ഡോളർ ആവശ്യമുള്ളതാവട്ടെ അമേരിക്ക ആഗോള സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അമേരിക്ക വ്യവസായവൽക്കരണത്തിൽ പിൻപോട്ടു പോവുകയും ചൈന വ്യവസായവൽക്കരിക്കപ്പെടുകയും ചെയ്തതിനാൽ അമേരിക്കയ്ക്ക് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ മേലുള്ള നിയന്ത്രണം ഇപ്പോൾ നഷ്ടപ്പെടുകയാണ്. ഇവിടെ തങ്ങളുടെ ആഗോള സ്വാധീനം ചെറുതാക്കുവാൻ അമേരിക്ക തയ്യാറാകാതെ ഈ ചുഴി തകർക്കുവാൻ കഴിയില്ല. എന്നാൽ ആഗോള സ്വാധീനം ചെറുതാക്കുക എന്ന് വെച്ചാൽ സാമ്രാജ്യത്വം അവസാനിച്ചു എന്ന സമ്മതിക്കലുമാണ്. ഉപരിവർഗത്തിന് അത് സമ്മതിക്കുവാൻ കഴിയില്ല. കാരണം അവരുടെ സമ്പത്തും അധികാരവും നിലനിൽക്കുന്നത് ഈ സാമ്രാജ്യം തുടരുന്നതിനെ ആശ്രയിച്ചിട്ടാണ്. അതിനാൽ ഈ വ്യവസ്ഥിതി പൂർണ്ണമായി തകരുന്നതുവരെ അവർ തങ്ങളുടെ തെറ്റായ നയങ്ങളുമായി മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇതിന്റെ സമയക്രമത്തെക്കുറിച്ചുള്ള വിശകലനം പറയാം. ഇതും പ്രവചനമല്ല, മറിച്ച് ഘടനാപരമായ വിശകലനം തന്നെയാണ്. മുൻകാലങ്ങളിലെ 5ാം ഘട്ട തകർച്ചയുടെ മാതൃകകളും അമേരിക്ക നേരിടുന്ന പ്രത്യേക സാഹചര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഈ കടുത്ത പ്രതിസന്ധി മിക്കവാറും 2025-നും 2030-നും ഇടയിൽ സംഭവിക്കും. അതിന്റെ കാരണം ഒരു വലിയ സൈനിക പരാജയമോ ഡോളർ പ്രതിസന്ധിയോ കടക്കെണിയോ അല്ലെങ്കിൽ ഇവയെല്ലാം കൂടി ഒരുമിച്ച് വരുന്നതോ ആവാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അമേരിക്കയ്ക്ക് അതിന്റെ സാമ്രാജ്യത്വം നിലനിർത്തുവാൻ കഴിയുമോ എന്നുള്ളതല്ല, മറിച്ച് ഈ തകർച്ച എത്രത്തോളം അരാജകത്വമുളവാക്കുന്നതായിരിക്കുമെന്നും അതിനുശേഷം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുമുള്ളതാണ്. അമേരിക്ക ഒരു മൾട്ടിപോളാർ ലോകത്തെ അംഗീകരിക്കുകയും തങ്ങളുടെ ആഭ്യന്തര അടിത്തറ പുനർനിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഒരു നിയന്ത്രിത തകർച്ചയാണെങ്കിൽ അത് മനുഷ്യരുടെ ദുരിതങ്ങൾ കുറയ്ക്കും. എന്നാൽ ഉപരിവർഗം അവസാനം വരെ പോരാടുന്ന ഒരു അനിയന്ത്രിത തകർച്ചയാണെങ്കിൽ അത് ആഗോളതലത്തിൽ വലിയ അസ്ഥിരത സൃഷ്ടിക്കും. ചരിത്രം സൂചിപ്പിക്കുന്നത് അനിയന്ത്രിതമായ ആ പാതയ്ക്കാണ് കൂടുതൽ സാധ്യതയെന്നാണ്. കാരണം സാമ്രാജ്യങ്ങൾ അത്ര എളുപ്പത്തിൽ കീഴടങ്ങിക്കൊടുക്കാറില്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞതിനെതിരായി വരുവാൻ പോകുന്ന സ്വാഭാവികമായ വാദങ്ങളെ കൂടി ഞാൻ പരാമർശിക്കാം. അതെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ചിലർ എന്താണ് ചിന്തിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അമേരിക്ക ഇതിനു മുമ്പും വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. അമേരിക്ക വലിയ സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ട്. അമേരിക്ക ശീതയുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ട്. അമേരിക്കയ്ക്ക് ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യവും ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും പര്യവസാനിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയുവാൻ കഴിയും എന്നുള്ളതായിരിക്കും. അതിൻ്റെ മറുപടി നമുക്ക് 4-5 വർഷം കൂടി കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം എന്നുള്ളത് മാത്രമാണ്.